ഡീസൽ വില വർധനയും പ്രവർത്തന ചെലവിലെ വർധനയും കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതിയും മൂലം തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് ബസ് ഉടമകൾ. രണ്ടാഴ്ചക്കിടെ 100ഓളം ബസ്സുകൾ സർവീസ് നിർത്തിയതായും അവർ പറയുന്നു. പ്രതിസന്ധി ബസ് തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിലെ സ്വകാര്യ ബസ് മേഖലയിലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നതായി ബസ് ഉടമകൾ. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 100ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ ജില്ലയിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം 1300-ൽ നിന്ന് 1200-ആയി കുറഞ്ഞതായി ബസ് ഉടമകൾ അറിയിച്ചു. കോവിഡ് കാലത്തിനു മുമ്പ് ജില്ലയിൽ ഏകദേശം 1500 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നത്. പിന്നീട് അത് 1300-ആയി കുറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും 100ഓളം ബസ്സുകൾ കൂടി സർവീസ് നിർത്തിയതോടെ യാത്രക്കാരും ബസ് തൊഴിലാളികളും ഒരുപോലെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നഷ്ടം വർദ്ധിച്ചതോടെ പല റൂട്ടുകളിലും ഞായറാഴ്ച സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. 6 ട്രിപ്പുകൾ നടത്തിയിരുന്ന ബസ്സുകൾ 4ആയി ചുരുക്കുകയും 4 ട്രിപ്പുകൾ നടത്തിയിരുന്നവ 2ആയി കുറയ്ക്കുകയും ചെയ്തതായി ബസ് ഉടമകൾ പറയുന്നു. സ്വകാര്യ ബസ്സുകളുടെ നികുതി കുറച്ചെങ്കിലും പ്രതിദിനം 100 മുതൽ 130 രൂപ വരെ മാത്രമാണ് ആശ്വാസം ലഭിക്കുന്നത്. എന്നാൽ ഡീസൽ വില വർധനയും യാത്രക്കാരുടെ കുറവും മൂലം ഒരു ബസ്സിന് പ്രതിദിനം 2000 മുതൽ 3000 രൂപ വരെ നഷ്ടമുണ്ടാകുന്നതായി ബസ് ഉടമകൾ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധി ബസ് തൊഴിലാളികളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ 10,000-ഓളം തൊഴിലാളികളിൽ പകുതിയിലേറെ പേർക്ക് തൊഴിൽ നഷ്ടമായതായും ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും വേതനം ഗണ്യമായി കുറഞ്ഞതായും ബസ് ഉടമകൾ പറയുന്നു. ക്ലീനർമാരെ ഒഴിവാക്കിയതോടെ യാത്രക്കാരുടെ സുരക്ഷയെയും അത് ബാധിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഡീസൽ വില വർധന, കെഎസ്ആർടിസിയുടെ സ്ത്രീകൾക്കുള്ള സൗജന്യയാത്രാ പദ്ധതി, സ്പെയർ പാർട്സ്, ടയർ, ഇൻഷുറൻസ് എന്നിവയുടെ വിലക്കയറ്റം എന്നിവയാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളെന്ന് ബസ് ഉടമകൾ ആരോപിക്കുന്നു. തൃശൂർ പാലക്കാട്, തൃശൂർ ഗുരുവായൂർ, എറണാകുളം ഗുരുവായൂർ, ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തുടങ്ങിയ പ്രധാന റൂട്ടുകളിലും തൃശൂർ തൃപ്രയാർ, വാടാനപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊടകര മാള, ചാലക്കുടി മാള ഉൾപ്പെടെയുള്ള റൂട്ടുകളിലും സർവീസുകൾ ഗണ്യമായി കുറഞ്ഞതായി ബസ് ഉടമകൾ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ.